നമസ്കാരം. പതിരും കതിരും. ബുദ്ധിഭ്രമം ബാധിച്ചയാൾ തനിക്ക് രോഗമില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെയാണ് നമ്മുടെ പിരായിരി അപ്പുക്കുട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇല്ല, അപ്പുക്കുട്ടൻ ഒന്നുമില്ല എന്ന് അയാൾ സ്വയം ആശ്വസിക്കും പോലെ തോന്നും ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ. ഒരു പാർട്ടിയിലെത്തിപ്പെട്ട് കുറഞ്ഞ നാളുകൾക്കകം എടുക്കാച്ചരക്കായി മാറുന്ന അപൂർവതയാണ് ഡോക്ടർ പി സരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഉള്ളിലെ പെരുകുന്ന അനിശ്ചിതത്വം ചിത്തഭ്രമമായി മാറുന്ന ഒരവസ്ഥ എത്ര ദയനീയമാണ്. പാലക്കാട് അമ്മ വീട്ടിലേക്ക് പുറപ്പെട്ട UDF സ്ഥാനാർത്ഥി കുഴൽമന്ദത്തെ അമ്മാത്തെത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സരിൻ ഒരു FB പോസ്റ്റ് ഇട്ടത്. ഇതിന് മറുപടിയായി കിട്ടിയ ഒരു കമൻറ്റ് മതി സരിനെ ഇരുത്തി മൂടാൻ. എല്ലാ മണ്ഡലത്തിലും നിനക്ക് അച്ഛൻ വീടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, വീണിടം വിഷ്ണുലോകം എന്നായിരുന്നു കമൻറ്റ്. പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ സകല മണ്ഡലത്തിലും അമ്മ വീടും അച്ഛൻ വീടുമായിരുന്നു സരിന്. അക്ഷരത്തെറ്റില്ലാതെ 2 വാക്കുകൾ ചേർത്തൊരു പോസ്റ്റ് ഇടാൻ പോലും കഴകത്തില്ല ഇയാൾക്ക്. ആരെയും അവസരം നോക്കി ഉപയോഗിക്കുകയും കഴകത്തില്ലെന്ന് കാണുമ്പോൾ എടുത്ത് കുപ്പത്തൊട്ടിയിൽ തട്ടുകയും ചെയ്യുന്ന രീതിയാണ് CPMൻ്റേത്. അതിൻ പ്രകാരം AKG സെൻറ്ററിൻ്റെ അടുക്കള വാതിക്കലിലെ വേസ്റ്റ് കുഴിയിലാണ് ഇപ്പോൾ സരിൻ്റെ സ്ഥാനം. കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തവരെ ഓർത്തുള്ള കരച്ചിലാണ് പുള്ളിക്ക് സദാ. ഇക്കുറി വീണ്ടും പാലക്കാട്ട് മത്സരിക്കാമെന്ന് കരുതി കാത്തിരുന്ന മുതലാണ്. 80,000 രൂപ ശമ്പളത്തിൻ്റെ ജോലി ഈ മാസം തന്നെ അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകാമെന്ന് വെച്ചാൽ വിമാനങ്ങൾ യുദ്ധം കാരണം പുറപ്പെടാനും വൈകും. ഒരർത്ഥത്തിൽ സൈബർ കമ്മികളും തഴഞ്ഞ മട്ടാണ് ഈ സരിനെ. സഹായിക്കാൻ ആരും ക്യാപ്സൂളുമായി ഇറങ്ങുന്നതുമില്ല. അവർക്കൊരു ബാധ്യതയാണ് ഇയാൾ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPMന് പറ്റിയ പലവിധ അബദ്ധങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സരിനം. ഇവിടെ സ്വരാജിനും തോൽക്കിനും വസീബിനും ഷംസീറിനും പോലും സീറ്റില്ല. പിന്നല്ലേ ഇദ്ദേഹത്തിന്. മറ്റു പാർട്ടികളിൽ നിന്നും വിട്ടുവരുന്നവരെ അവർ മത്സരിപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. ആ തീരുമാനമാകട്ടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയ ഒരുത്തനെ പോലും ജയിപ്പിച്ചെടുക്കാൻ ഇവർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല. ജലീലിനെയും അൻവറിനെയും ഒക്കെ ജയിപ്പിച്ചെടുത്തത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മാത്രമാണ്. ഇടതുപാളയത്തിൽ നിന്നും ഇറങ്ങിയവരെയും BJPയിൽ നിന്നും വന്നവരെയും കോൺഗ്രസ് കൈവിടുന്നില്ല എന്നത് അവരുടെ ഭാഗ്യം. G സുധാകരനും ശശിയും കുഞ്ഞുകൃഷ്ണനും ഐഷ പോറ്റിയും സുരേഷും TK ഗോവിന്ദനും ഇറങ്ങി വന്ന പാർട്ടിയിലേക്കാണ് അഭയാർത്ഥിയായി സരിൻ കയറി ചെന്നതെന്ന് ഓർക്കണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അനിവാര്യമായ തകർച്ചയിലേക്ക് CPM പോകുമെന്നാകുമ്പോൾ സരിൻ ഒരു താമരമാലയണിഞ്ഞ് മാരാർജി ഭവനിൽ നിൽക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവിടെ അപ്പോൾ കുമ്പക്കുടി സുധാകരനും ഉണ്ടായിരിക്കും സ്വീകരിക്കാനായി. കോമാളി കരയാൻ പാടില്ല എന്ന ജോക്കർ സിനിമയിലെ ബഹദൂറിൻ്റെ സംഭാഷണം ഓർക്കുന്നില്ലേ? അതുപോലെ കരയാതിരിക്കാനാവുന്നത്ര പിടിച്ചു നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അപാരമായ ബുദ്ധിയും വൈഭവങ്ങളും അറിവുമുള്ളവർക്ക് മാത്രമേ സിവിൽ സർവീസ് പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി ഭയന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനമാണ് ഈ സരിൻ. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തിരിക്കുന്ന വെറുതെ ചിരിക്കുന്ന ആകാശഗംഗയും. നിങ്ങളുടെ എല്ലാവിധ ടെൻഷനും ഇവർ നിങ്ങൾക്ക് മാറ്റിത്തരും. ഒരു സംവാദത്തിൽ MV ഗോവിന്ദനെ വെറും ഗോവിന്ദ എന്ന് വിളിച്ച BRM ഷഫീറിനെ അല്പം ബഹുമാനമൊക്കെ ആകാമെന്ന് ഉപദേശിച്ചു കൊടുത്തയാളാണ് ഈ സരിൻ. ഗോവിന്ദനെ പിന്നെ പരമേശ്വരൻ എന്ന് വിളിക്കണമെന്ന ചോദ്യത്തിൽ ബ്ലീച്ചായിപ്പോയി. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ ഒരു പെൺകുട്ടി സരിനെ എടുത്ത് അയയിൽ വിരിക്കുന്നത് കണ്ടു. ചാണ്ടി ഉമ്മൻ എപ്പോഴും അപ്പാ എപ്പാ എന്ന് വിളിക്കുന്നത് നിർത്തണമെന്നായിരുന്നു സരിൻ്റെ ഉപദേശം. അയാളുടെ അപ്പനെ പിന്നെ അപ്പ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടതെന്നായി ആ പെൺകുട്ടി. അതോടെ ഇയാൾ വീണ്ടും ചമ്മി. ഇന്നല്ലെങ്കിൽ നാളെ പിരായിരി എണ്ണുമെന്നും താൻ കനത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും കരുതി കാത്തിരിക്കുന്ന സരിനെ ആരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ യാഥാർത്ഥ്യങ്ങളൊക്കെ. എന്തും താങ്ങാൻ ശക്തി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് വേണം ആശ്വസിപ്പിക്കാൻ. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ കേട്ട് ഞെട്ടാത്തവരുണ്ടാകില്ല. 13 റൗണ്ടിലും കോൺഗ്രസ് ലീഡ് ചെയ്യാത്ത തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നാളെ വരുന്നത്. ഒരു റൗണ്ടിൽ പോലും കോൺഗ്രസ് മുന്നിൽ എന്ന് കാണാൻ കഴിയില്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഫലം വന്നപ്പോൾ ഒരിക്കൽ പോലും സരിന് ലീഡ് എന്ന് ആരും കണ്ടില്ല. 3ാം സ്ഥാനത്ത് പോവുകയും ചെയ്തു. ഈ ചെറുപ്പക്കാരനപ്പോൾ എന്ത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് അറിയാൻ കഴിയുന്നത്? പിണറായി വിജയൻ്റെ കേരയിൽ വരും കേട്ടോ, ഗോവിന്ദൻ്റെ 39 ട്രെയിൻ അങ്ങോട്ട് എന്നീ പ്രശസ്തമായ പുളിവടി വെച്ച് നോക്കിയാൽ സരിൻ്റെ പുളു എത്രയോ നിസ്സാരമാണ്. ഗർഭക്കേസിൽപ്പെട്ട മറ്റവൻ്റെ കഥ കഴിഞ്ഞതോടെ താൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരുന്ന പുള്ളിയാണ് ഇപ്പോൾ പിച്ചും പേയും പറഞ്ഞ് AKG സെൻറ്ററിൻ്റെ ഗേറ്റിൽ ചാരി നിൽക്കുന്നത്. കോൺഗ്രസിലിരിക്കുമ്പോൾ അധികം പുറത്തേക്കൊന്നും കാണാതിരുന്നതിനാൽ ഇത്രയും വിവരദോഷിയാണെന്ന് കരുതിയതേയില്ല. ഇനമിനത്തിലും ഇരണ്ട വെള്ളത്തിലുമെന്ന് പറഞ്ഞ പോലെ പോയി ചേരേണ്ടതെല്ലാം പിണറായി വിജയനിൽ തന്നെ ചെന്ന് അവസാനിച്ചു. പാർട്ടി മാറിയതിൻ്റെ പിറ്റേ ദിവസം ചുവന്ന ഷർട്ടും ഷാളും അണിഞ്ഞു വന്ന സരിനെ കണ്ട്
ചൊറിയൻ തവളകളും പച്ചോന്തുകളും വരെ പുരയിൽ കയറി കഥ കടച്ചു.